ഇത് മുജാഹിദ് വാബില്ലല്ല. ആദ്യം നമ്മൾ മുജാഹിദാണ്. എൻ്റെ സുന്നി ആണ്ടേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ഇത് കഥാന്ന് പടച്ച റബ്ബിനെ അറിയാട്ടോ എന്താ ഇത് രംഗെന്നുള്ളത്. യഹിയൽ ബുഖാരി തങ്ങൾ മടവൂര് കോട്ടയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമാണിത്. പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒരു ക്ലിപ്പാക്കി എടുത്തു എന്നുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് ഉറുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ് ആ പറയുന്നതിൻ്റെ ഒരു ഭാഗം. പക്ഷേ ഏതായാലും മൂപ്പരവിടെ പറഞ്ഞത് ആദ്യം നമ്മൾ മുജാഹിദ് ആവണം, എന്നിട്ടാണ് പിന്നെ നമ്മൾ സുന്നി ആവേണ്ടത് എന്നാണ് മൂപ്പര അഭിപ്രായം പറയാണ്. മൂപ്പരയിൽ പറയുന്നുണ്ട്, അത് എൻ്റെ അഭിപ്രായത്തിലെന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ മുജാഹിദ് ആവണം, എന്നിട്ടാണ് നമ്മൾ സുന്നി ആവേണ്ടത്, അത് എൻ്റെ അഭിപ്രായത്തിലെന്നാണ് മൂപ്പര പറഞ്ഞത്. നൗഷാദേ, ഇതിപ്പോൾ അംഗീകരിക്കുന്നുണ്ടോടാ? ഇതിപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? അവിടെ പ്രസംഗിച്ച പലർക്കും മറുപടി പറയുന്നുണ്ടല്ലോ ഈ വിഷയം ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? ആ മടവൂര് കോട്ടയിൽ വെച്ചുകൊണ്ട് മടവൂര് കോട്ട നടത്തുന്ന യഹിയൽ ബുഖാരി തങ്ങൾ പറഞ്ഞതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മുജാഹിദ് ആവണം, എന്നിട്ടേ നമ്മൾ സുന്നിയാവേണ്ടതുള്ളൂ, അതെൻ്റെ അഭിപ്രായത്തിൽ എന്ന് മൂപ്പര് പറഞ്ഞല്ലോ. ആ വിഷയത്തെ നൗഷാദ് എന്ത് പറയുന്നു? ആ വിഷയത്തെ സംബന്ധിച്ച് നൗഷാദിന് എന്ത് പറയാണ്ട്? നൗഷാദ് കക്കാട് വൈസി പറഞ്ഞതിന് പ്രസംഗത്തിന് മറുപടി പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടറിയോ? കക്കാട് വൈസി അവിടെ ശക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഗീബത്തും നമീമത്തും. അതിന് മറുപടി ഉണ്ടല്ലോ. മാത്രമല്ല നിൻ്റെ വേറെ ഒരു വാദം കൂടി ഉണ്ടല്ലോ നിനക്ക്. ആ വാദം കൂടി യഹിയൽ ബുഖാരി തന്നെ പറയട്ടെ. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. നൗഷാദ് എന്താ കുഞ്ഞായ്മതേ പമ്പേഴ്സ് ഈ കേൾക്കണത്? എല്ലാം കൺട്രോൾ ചെയ്യണ സർവശക്തനായ അള്ളയാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങളത് ആകെ പൊളിഞ്ഞലടാ. നിങ്ങളിപ്പോൾ ഇത് മടവൂരാണ്, പിന്നെ ഇവിടുന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്തായിപ്പോൾ ഇത്? ഏതായാലും ബാക്കിയും കൂടി പറയട്ടെ. മറ്റേ റിഫായ് ഷേഖും മൊയ്തീൻ ഷേഖും മടവൂറൊന്നുമല്ല. എങ്ങനെയുണ്ട്? റിഫായ് ഷേഖും മടവൂർ ഷേഖും മൊയ്തീൻ ഷേഖും ഒന്നും അല്ല എന്ന്, ഓലൊന്നും അല്ല. നൗഷാദ് എന്നിട്ടതാ ഓരൊരു മറ്റേ എന്താണ് ആക്കി ചെറിയിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എങ്ങനെ ഇതിന് മറുപടി പറയണം, എങ്ങനെയാണിത് പറയേണ്ടത്? കാരണം ഈ കാലത്തൊക്കെ ഓൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? എല്ലാം ലോകം 12,000 നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. ഇപ്പം ആകെ വള്ളത്തിൽ വളിട്ട മാതിരിയല്ലോ ഇപ്പോൾ ഇത്. ആകെ നസി കുസിയായല്ലോ. എന്താണ് ഉഷാദ് ഇപ്പോൾ ഇത് കാട്ടിയത്? ഇജാണിച്ചപ്പോൾ ഒരു പുതിയ ഷെയ്ഖിനെ ഉണ്ടാക്കിയതാ. കുറേ യഹിയൽ ബുഖാരിയോട് പോയിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് കാന്തപുര ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും അണികളെയും പറഞ്ഞു കൊടുത്ത് കുത്തിത്തിരിപ്പ് പറഞ്ഞ് ആ സാധു എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. അയാൾ ആരെന്താ പറഞ്ഞാൽ വെച്ചാൽ അതിനോടൊപ്പം അങ്ങനെ നീങ്ങും. അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. ആ ശൈലിക്കനുസരിച്ച് എന്ന് കാണ്ട് കുറേ കുത്തിത്തിരിപ്പ് പറഞ്ഞപ്പോൾ അപ്പം എന്നാൽ എൻ്റെ ആ പരിപാടിയോടനുബന്ധിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇപ്പം എന്ത് ചെയ്തു? അവിടെ മടവൂര് കോട്ടയിൽ ആ കോട്ടയിൽ വലിയൊരു പരിപാടി നടന്നപ്പോൾ ആ പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് യഹിയൽ ബുഖാരി നിൻ്റെ ആശയത്തെ പൊളിച്ചടക്കുന്നത്. യഹിയൽ ബുഖാരി തങ്ങൾ നിൻ്റെ ആശയത്തെ പൊളിച്ചടക്കുന്നത്. യഹിയൽ ബുഖാരി മാത്രമല്ല, കക്കാട് മുഹമ്മദ് ഫൈദിയും നിൻ്റെ ആശയത്തെ പൊളിച്ചടക്കുന്നത്. കക്കാട് പൈസയും ഇജൊക്കെ ഞങ്ങൾക്കും ഒരേ മാതിരി കേട്ടോ, അത് വേറെ വിഷയം. കക്കാട് പൈസനെയും ഞങ്ങളെടുത്തെറിഞ്ഞതാണ് കള്ളത്തൊരീക്കത്തിലേക്ക് പോയതിൻ്റെ പേരിൽ. അന്നെയും ഞങ്ങളെടുത്തെറിഞ്ഞതാണ്. എൻ്റെ ഷെയ്ഖിനെയും എൻ്റെ കൂടാരത്തെ മൊത്തം എടുത്ത് ഞങ്ങൾ എറിഞ്ഞതാണ്. ഞങ്ങൾക്ക് കക്കാട് വെച്ചൊക്കെ ഒരേ തസ്തികയിലാണ്, ഒരേ തട്ടിലാണ്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ ഈ യഹിയൽ ബുഖാരി തങ്ങൾ മടവൂര് കോട്ടയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് എൻ്റെ കുസു എന്നുള്ള ആ മന്ത്രം കേട്ടുകൊണ്ട് നിന്നെയും നിൻ്റെ കൂട്ടായികളെയും ക്ഷണിച്ചു. ഏതായാലും ആവട്ടെ, അവിടെ വെച്ചുകൊണ്ട് യഹിയൽ ബുഖാരി പറഞ്ഞത് നിൻ്റെ ആശയം നീ കാലം വരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് മുഴുവനും
മൊത്തം മത്തയ്യാത്തിൽ കുച്ചിട്ട മാതിരിയാക്കി കളഞ്ഞു. ഇനി തലക്കെന്ന് തുടങ്ങേണ്ട ഗതികയിലേക്ക് എത്തി. യഹ്യൽ ബുഖാരിക്ക് നാളെ നിനക്ക് മറുപടി പറയാൻ കഴിയോ? യഹ്യൽ ബുഖാരി പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ നൗഷാദേ? കഴിയോ? മുജാഹിദെന്ന് പറയുമ്പോൾ അവർ മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. അള്ളാഹു നിയന്ത്രിക്കുന്നത് അവൻ്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ബന്ധം, ഇലാഹിയായ പ്രവർത്തനങ്ങൾ വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ്, നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ്, ആക്ട് ചെയ്യുന്ന റബ്ബ്. നബിയെ ആരെങ്കിലും എന്നെപ്പറ്റി ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരു വൈദ്യരും കൂടി പറയില്ല. ഒരു വൈദ്യർ തങ്ങൾ കണക്കെഴുതുന്ന മാഷാ അല്ലാഹ്, സ്വാഗതം. ഓ യഹ്യൽ ബുഖാരി സയ്യിദ് അവറുകളെ, യഹ്യൽ ബുഖാരി തങ്ങളവറുകളെ, അങ്ങേക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവരെ വിളിച്ചിരുത്തിയിട്ട് ഈ നൗഷാദിനെയും കുഞ്ഞേമിനെയും പമ്പൈസിനെയും അവരുടെ കാട്ടുകള്ളനായ കോമാട്ടുചാലിൽ അബ്ദുല്ലാനെയും വിളിച്ചിരുത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടെ പറഞ്ഞല്ലോ, ഏയ് എല്ലാം അതൊക്കെ കാര്യകാരണ ബന്ധങ്ങളിലൂടെയാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. എന്ത് കഴിവുകൾ ഇവർക്കുണ്ടെങ്കിലും ആ കഴിവുകളൊക്കെ അള്ളാഹു കൊടുത്ത് അള്ളാഹു തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് തങ്ങൾ പാപ്പാ നിങ്ങൾ ഇവരെ വിളിച്ചിരുത്തി പറഞ്ഞല്ലോ. ഇവർ പറഞ്ഞുകൊണ്ട് നടന്നതിന് എന്തേനെന്നറിയോ തങ്ങളാപ്പേ, ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എങ്ങാനും ഒരു കഴിവൊരു ഔലിയക്ക് കൊടുത്താൽ അതൊരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. പിന്നെ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും കൊടുത്ത ആൾ ചെയ്യുമ്പോൾ അത് കൊടുക്കലാവൂലല്ലോ എന്നതുപോലെ ഉദാഹരണം എടുത്തിട്ടിട്ട് ഒരാൾക്ക് അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്താൽ പിന്നെ അത് ചോദ്യം ചെയ്യാൻ പറ്റൂല, അത് അയാളുടെ അധീനതയിലാണ്. അങ്ങനെ വരെ പ്രസംഗിച്ചു നടന്ന വെറും കുഫ്രിയത്തിൻ്റെ വാദം വാദിച്ചുകൊണ്ട് നടന്ന നൗഷാദിനെയും കൂട്ടരെയും ആ വലിയ മടവൂർ കോട്ടയിലേക്ക് വിളിച്ചിരുത്തി നിങ്ങൾ പറഞ്ഞ ആ വിഷയത്തിനക്ക് നല്ല ബിഗ് സല്യൂട്ട് നിങ്ങൾക്കുണ്ട്. ഇനി ഇതേ വിഷയത്തോടനുബന്ധിച്ച് കക്കാട് ഫൈസിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കക്കാട് ഫൈസിയുടേതും നമുക്കൊന്ന് കേൾക്കാം. അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട്, മഹാനായ മടവൂര് CM റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട്, എങ്ങനെ ഔലിയാക്കന്മാരുമായി കൊണ്ടൊക്കെ കണക്ഷൻ ഉള്ളത്, ബന്ധപ്പെട്ട് പരിചയപ്പെടുന്നത് ഒന്നിരിക്കൽ മഹാനായ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സുൽത്താനുൽ ഉലമയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ മടവൂര് CM വലിയുള്ളാഹിയുമായി കൊണ്ട് ബന്ധപ്പെട്ട്, ഇതുപോലത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ വലിയ ആളുകളെ നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് ആരാ പറയുന്നത്? ഈ മടവൂര് കോട്ടയിൽ വെച്ചുകൊണ്ട്, മടവൂര് കോട്ട എന്ന് പറഞ്ഞത് യഹ്യൽ ബുഖാരി നടത്തുന്ന ആ കോട്ടയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ വാർഷിക പരിപാടിയിൽ കക്കാട് മുഹമ്മദ് ഫൈസി വന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. കക്കാട് മുഹമ്മദ് ഫൈസി വന്ന് പ്രസംഗിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൻ്റെ മറുപടി പറയാൻ ആരിറങ്ങി? കുരുവട്ടൂരികൾ ഇറങ്ങി. കുരുവട്ടൂരികൾ പറയാണ്, ഓ നിങ്ങളിപ്പോൾ കക്കാടിന് താങ്ങിക്കൊണ്ട് കിടക്കണ്. ആര് ഒരു ഇവരെ കാട്ടുകള്ളനായ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. എന്റെ വാപ്പനെ പറയാണ്ടിരിക്കൂല. ഇവൻ്റെ തസവുഫാണത്. ഇവൻ്റെ വാപ്പാനെ പറഞ്ഞാൽ എൻ്റെ വാപ്പാനെ പറയാതിരിക്കൂല. നമ്മൾ സാധാരണ ഇങ്ങോട്ട് ഒരാളിപ്പോൾ ഇങ്ങോട്ട് അനാവശ്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് പറയാതിരിക്കാനുള്ള വേണ്ടത്. അങ്ങനല്ല, ഇവൻ പറയണ അങ്ങനല്ല. ഓൻ്റെ വാപ്പാനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ വാപ്പാനെ പറയാതിരിക്കൂല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗമാണ്, ഇത് ദീനാണ്. ഇവനൊക്കെ എവിടുന്ന വണ്ടി അറിയത്? എന്തെങ്കിലുമൊക്കെ പറയുന്നിട്ട് ഇത് ദീനാണ്, ഇത് റസൂലുള്ളാഹിന്റെ ഭാഗമാണ്, മടവൂരിന്റെ ഭാഗമാണ്, ഇത് ദീനാണ്. ഇത് മടവൂരിന്റെ ഭാഗമാണ്, ദീനാണ്. മറ്റേ റസൂലുള്ളാഹിന്റെ ഭാഗമാണ്, ദീനാണ്. ഇത് മടവൂരിന്റെ ഭാഗമാണ്, ദീനാണ്. ഇനി ബാക്കി ദീനിന്റെ കാര്യത്തിൽ ഒരുത്തനോടും ഒരു വിട്ടുവീഴ്ചയില്ല. അതിന്
ദീനിൻ്റെ കാര്യത്തിൽ ഒരാളോടും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക്. മറ്റേ മൊയിലാറിനോട് മറുപടി അറിയണ്ടെന്ന് അറിയുന്നത് തസവൂഫല്ല. മറ്റേ മൂലയിൽ പറഞ്ഞ മറുപടി പറയണ്ട എന്ന് പറഞ്ഞത് തസവുഫല്ല. കക്കാട് പൈസിനെയാണ് പറയുന്നത് കേട്ടോ. കക്കാട് പൈസി പാവം അവിടെ യഹിയൽ ബുഖാരി ക്ഷണിക്കപ്പെട്ടപ്പോൾ ചെന്നതാട്ടോ. ഇവൻ ക്ഷണിച്ചിട്ട് എന്നൊന്നല്ല. യഹിയൽ ബുഖാരി ഇവനെ ക്ഷണിച്ചതുപോലെ കാട്ടുകള്ളനെ നൗഷാദിനെയും കാട്ടുകള്ളനെയും കുഞ്ഞാമീനെയൊക്കെ ക്ഷണിച്ചതുപോലെ ക്ഷണിച്ചിട്ട് ചെന്നത് തന്നെയാണ് കക്കാട് പൈസി. അപ്പോൾ കക്കാട് പൈസി അവിടെ ചെന്നപ്പോൾ ഇവരുടെ ഈ വർത്താനം കേട്ടിട്ട് കക്കാട് പൈസക്ക് സഹിക്കാത്തതിൻ്റെ പേരിൽ ഈ ഗീബത്തൊക്കെ ഒന്ന് നിർത്തിയാണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അത് ദീനല്ല, ദീന് ഗീബത്ത് പറയലാണ്. അതാ പിന്നിപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്. അയാളെ തസവൂഫ് നിങ്ങൾക്ക് പറ്റായിട്ട് നിങ്ങൾ പുറത്താക്കിയതിനല്ലോ. ഇപ്പം അയാളെ തസവൂഫ് ഭയങ്കര തസവൂഫായിനല്ലോ നിങ്ങൾക്ക്. പൊന്നാര ചങ്ങായി കോമാടനദ്വോ, ഞങ്ങൾക്ക് അയാളെ തസവൂഫ് ഇപ്പോഴും പറ്റൂല. ഞങ്ങൾക്ക് അയാളെ തസവൂഫ് ഇപ്പോഴും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റൂല. ഇപ്പോഴും ഞങ്ങൾ അയാൾ പടിക്ക് പുറത്ത് തന്നെയാണ്. സംഘടനൻ്റെ ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ പടിക്ക് പുറത്ത് തന്നെയാണ് അയാൾ. മനസ്സിലായ എനിക്ക്? അയാളന്ന് ഞങ്ങൾ എടുത്തെറിഞ്ഞിരുന്നു. ഇപ്പോൾ വലിയ ഷെയ്ഖായല്ലോ എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോഴും അയാളെ ഷെയ്ഖാക്കിയിട്ടില്ല. ഞങ്ങൾ അന്ന് അയാൾ എടുത്തെറിഞ്ഞു. ഇന്നും അയാൾ ഞങ്ങളെ പടിക്ക് പുറത്താണ്. അതുപോലെ തന്നെ അന്യ എൻ്റെ കൂട്ടരി എടുത്തെറിഞ്ഞു. നിങ്ങൾ പുറത്ത് നിൽക്കണ മാതിരി തന്നെ ഓലും പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടായിട്ട് ഇതൊന്നും ആയിട്ട് നടക്കണ്ട, അതൊന്നും ഇങ്ങോട്ട് ഉന്തണ്ട. എന്തായാലും അല്ലാഹുവിന്റെ മശായിഖന്മാരെ നോട്ടത്തിൽ കാവലിൽ മടവൂര് കോട്ട ശൈഖുന മടവൂര്. വല്ലാഹി സത്യം, അള്ളാഹുവിൻ്റെ കാവലിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം നിങ്ങളുടെ സദസ്സിലുണ്ടാവുന്നു ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. കാരണം തലീക്കെട്ടും കെട്ടിയാണ്ട് ഗീബത്ത് മാത്രം വിളിച്ചു പറയാം. വലിയ വലിയ പണ്ഡിതന്മാരെ പറയാം, വലിയ വലിയ പണ്ഡിതന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ കാലങ്ങളോളമായിട്ട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്ത് തെറി പറയാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരു ടീം. നിങ്ങൾ ആ തങ്ങളെയും പോയി കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇൻഷാ അല്ലാഹ് തങ്ങൾ നിങ്ങളെ തന്നെ എടുത്തെറിയും. കുറച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ തങ്ങൾക്ക് മനസ്സിലായിക്കോളും. വടകര ഷെയ്ഖിൻ്റെ മുരീദാണല്ലോ. അപ്പോൾ അതെങ്ങനെയായാലും പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെടുത്ത് എറിഞ്ഞോളും, വൈകാതെ എടുത്ത് എറിഞ്ഞോളും. അപ്പോൾ വടകര തങ്ങൾ വലിയ തെറ്റുകാരനായിരിക്കും നിങ്ങൾക്ക്. ഏതായാലും കാണാം, അത് നമുക്ക് ഇൻഷാ വടകര തങ്ങളല്ല, നമ്മളെ യഹിയൽ ബുഖാരി തങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് കാണാൻ കിടക്കണമെന്നുള്ളൂ. കഴിഞ്ഞിട്ടില്ല, സമയം കഴിഞ്ഞിട്ടില്ല, വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഇപ്പം ഇനിയിപ്പോൾ കക്കാടിന് മറുപടി ആയിട്ട് നടക്കുക. ഊസൂറും പൂളിയും മാന അവസാനമാണ് ചങ്ങായിമാരെ.